കുറിച്ചു വെച്ചോളൂ, ഇത് IPL തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നാണ്. റിയാൻ പരാഗിൻ്റെ ധൈര്യം അപാരം തന്നെ. നായകസ്ഥാനത്ത് അവനൊരു വലിയ ഭാവി കാണുന്നുണ്ട്. ഇന്നലെ നടന്ന ഗുജറാത്ത് രാജസ്ഥാൻ മത്സരശേഷം രവിശാസ്ത്രി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച വാചകങ്ങളാണിത്. ആ മത്സരം കണ്ട ഏതൊരാളും രവിശാസ്ത്രിയുടെ വാക്കുകൾ ശരിയാണെന്ന് സമ്മതിക്കും. കാരണം ഈ മത്സരത്തിൽ അയാളെടുത്ത പല തീരുമാനങ്ങളും കളി തിരിച്ചുപിടിക്കുന്നതിൽ നിർണായകമായിരുന്നു. രാജസ്ഥാനിൽ സഞ്ജുവിന്റെ പിന്തുടർച്ചക്കാരനായി റിയാൻ പരാഗ് എത്തുമ്പോൾ ക്രിക്കറ്റ് സർക്കിളിൽ ഒന്നാകെ ഒരു സംശയമുണ്ടായിരുന്നു. സഞ്ജു തീർത്ത ലെഗസി ഏറ്റുപിടിക്കാൻ പോകുന്ന ഒരാളാണോ റിയാൻ പരാഗ്? അന്നുണ്ടായിരുന്ന കണക്കുകൾ ആ സംശയം ശരിവെക്കുന്നവയുമായിരുന്നു. കഴിഞ്ഞ സീസണിൽ സഞ്ജുവിൻ്റെ അഭാവത്തിൽ നായകസ്ഥാനം ഏറ്റെടുത്ത പരാഗിന് കീഴിൽ അത്ര നല്ല റെക്കോർഡല്ലായിരുന്നു രാജസ്ഥാൻ ഉണ്ടായിരുന്നത്. രവീന്ദ്ര ജഡേജയെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരാൾ ടീമിലുണ്ടായിരിക്കെ, ഈ കണക്കുകളെല്ലാം മുന്നിലുണ്ടായിരിക്കെ നായകസ്ഥാനത്തേക്ക് വീണ്ടും പരാഗിനെ പരിഗണിച്ചതിൽ രാജസ്ഥാൻ ആരാധകർക്ക് പോലും അതൃപ്തിയുണ്ടായിരുന്നു. പക്ഷേ സീസണിലെ ആദ്യ 2 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ സംശയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രം പരാഗിനെ നോക്കിയിരുന്നവർ അയാളുടെ ക്യാപ്റ്റൻസി മികവ് കണ്ട് കൈയടിക്കുകയാണ്. അഹമ്മദാബാദിൽ ടോസിനായി കോയിൻ ഉയർന്നു പൊങ്ങിയത് മുതൽ പരാഗ് തൻ്റെ മിടുക്ക് തെളിയിച്ചു തുടങ്ങി. 200-നും 250-നും ഒക്കെ വേണ്ടി മാത്രം കളിക്കുന്ന ഒരു ടീമായി മാറാനല്ല ഞങ്ങളുടെ ഉദ്ദേശം. പിച്ചും കണ്ടീഷനും എല്ലാം മനസ്സിലാക്കി വേണം കളിക്കാൻ. ഒരു 210 റൺസ് നേടി അത് ഡിഫെൻഡ് ചെയ്യാനാണ് ഇന്ന് ഞങ്ങളുടെ തീരുമാനം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശേഷം പരാഗ് പറഞ്ഞു. ടീമിലെ മറ്റൊരു സർപ്രൈസ് തുഷാർ ദേശ്പാണ്ഡെയുടെ 11-ലേക്കുള്ള വരവാണ്. ചെന്നൈക്കെതിരായ മത്സരത്തിൽ അരങ്ങേറി മികച്ച രീതിയിൽ പന്തെറിഞ്ഞ ബ്രിജേഷ് ശർമ്മയ്ക്ക് പകരം ദേശ്പാണ്ഡെ വരുമ്പോൾ ആരാധകർക്ക് അതിലൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഈ ഒരൊറ്റ മത്സരം മാറ്റിമറിച്ചു. യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, ധ്രുവ് ജുറേൽ ടോപ്പ് ഓർഡറിൽ ഈ മൂവർ സംഘം അടിച്ചെടുത്ത റൺസിൻ്റെ ബലത്തിൽ ഒരു വലിയ ടോട്ടലിലേക്കാണ് രാജസ്ഥാൻ കുതിപ്പ് തുടങ്ങിയത്. 8 പന്തിൽ 2 സിക്സും 1 ഫോറും അടക്കം 18 റൺസ് നേടിയ ഷിംറോൺ ഹെറ്റ്മേറിൻ്റെ ക്യാമിയോ ഒഴിച്ചു നിർത്തിയാൽ പിന്നാലെ എത്തിയവർക്കൊന്നും അത് ഏറ്റുപിടിക്കാനായില്ല. ഒരു വേള 250-ന് മുകളിൽ പോകുമെന്ന് തോന്നിച്ച രാജസ്ഥാൻ ഇന്നിംഗ്സ് അങ്ങനെ 210-ൽ ഒതുങ്ങി. ടോസിന് ശേഷം റിയാൻ പരാഗ് പറഞ്ഞ അതേ 210 എന്ന ടോട്ടലിൽ. ഇനി അത് എറിഞ്ഞു പിടിക്കണം. പൊതുവിൽ ബാറ്റർമാരെ തുറക്കുന്ന അഹമ്മദാബാദിലെ പിച്ച് ചേസിങ്ങിൽ ആവശ്യത്തിന് ബൗൺസ് നൽകി പേസർമാർക്ക് കൂടി അനുകൂലമാവാറുണ്ട്. ഇത് മുതലെടുക്കുക എന്നത് തന്നെയായിരുന്നു പരാഗിൻ്റെ പ്ലാനും. ജോഫ്ര ആർച്ചർ, നാന്ദ്രെ ബർഗർ, സന്ദീപ് ശർമ്മ, തുഷാർ ദേശ്പാണ്ഡെ എന്നീ 4 പേസർമാരിൽ തന്നെയായിരുന്നു പരാഗിൻ്റെ പ്രതീക്ഷകളും. ഡോണോവൻ ഫെരേരയെ പിൻവലിച്ച് രവി ബിഷ്ണോയെ കളത്തിലിറക്കി പരാഗ് സ്പിൻ യൂണിറ്റിൻ്റെ ശക്തി കൂടി കൂട്ടി. ഒരു വൈഡിനൊടുവിൽ 4-ൽ കലാശിച്ച ആർച്ചറിൻ്റെ പന്തോടുകൂടിയാണ് ഗുജറാത്ത് ഇന്നിംഗ്സ് തുടങ്ങുന്നത്. അതേ ഓവറിൽ ഒരു 6ഉം 4ഉം കൂടി നേടി സായ് സുദർശൻ ഗുജറാത്ത് സ്കോർ ബോർഡിൽ 15 റൺസ് ചേർത്തു. റൺ ഒഴുകുമെന്ന് ഉറപ്പുള്ള പിച്ചിൽ സസൂക്ഷ്മം പന്തെറിയാൻ പരാഗ് തൻ്റെ ബോളർമാരോട് പറഞ്ഞു. പക്ഷേ പവർ പ്ലേയിൽ ശ്രദ്ധയോടെ ബാറ്റ് വീശിയ സായ് സുദർശനും അരങ്ങേറ്റക്കാരൻ കുമാർ കുശാഗ്രയും 6 ഓവറിൽ 56 റൺസ് നേടി. ആർച്ചർ, സന്ദീപ് ശർമ്മ എന്നിവർക്ക് 2ഉം ബർഗർ, ദേശ്പാണ്ഡെ എന്നിവർക്ക് ഓരോ ഓവറുമായിരുന്നു പവർ പ്ലേയിൽ പരാഗ് നൽകിയത്. രവീന്ദ്ര ജഡേജ എറിഞ്ഞ 7-ാം ഓവറിൽ പിറന്നത് 11 റൺസാണ്. ഇതോടെ നായകൻ സ്വയം പന്തെറിയാൻ തീരുമാനിച്ചു. അത് മികച്ചൊരു ടാക്ടിക്കൽ ചേഞ്ച് ആയിരുന്നു. ഓൾറൗണ്ടർ ആണെങ്കിലും സ്ഥിരം പന്തെടുക്കാത്ത പരാഗിൻ്റെ ബോളിംഗ് അത്ര പെട്ടെന്ന് ബാറ്റർമാർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുതന്നെയാണ് ആ ഓവറിൽ അവസാന പന്തിൽ കുമാർ കുശാഗ്രയുടെ വിക്കറ്റ് എടുക്കാൻ ഗുണമായതും. 3-ാം നമ്പറിൽ ഇറങ്ങിയ ജോസ് ബട്ട്ലറിനെ കൂട്ടുപിടിച്ച് സായ് സുദർശൻ വീണ്ടും ഗുജറാത്തിനെ ട്രാക്കിലാക്കി തുടങ്ങി. എന്നാൽ 11-ാം ഓവറിൽ രവി ബിഷ്ണോയെ പന്തിൽപ്പിച്ച പരാഗിൻ്റെ തീരുമാനം അടുത്ത ബ്രേക്ക് ത്രൂ നൽകി. ഓവറിലെ 4-ാം പന്തിൽ സായ് സുദർശൻ്റെ പോരാട്ടം ദേശ്പാണ്ഡെയുടെ കയ്യിൽ അവസാനിച്ചു. 44 പന്തിൽ 9 ഫോറും 3 സിക്സും ഉൾപ്പെടെ 73 റൺസ് നേടി സായി മടങ്ങുമ്പോൾ ഗുജറാത്ത് ലക്ഷ്യത്തിലേക്കുള്ള പാതി ദൂരം പിന്നിട്ടിരുന്നു. പിന്നെ ബട്ട്ലർ അടി തുടങ്ങി. തൻ്റെ 2-ാം ഓവർ എറിയാനെത്തിയ ദേശ്പാണ്ഡെക്ക് ആ ഓവറിൽ കിട്ടിയത് 3 ബൗണ്ടറികളാണ്. ഒരു വേള ഗുജറാത്ത് ടോട്ടലിലേക്ക് അനായാസം എത്തുമെന്ന് കരുതിയെടുത്ത് പന്തുമായി വീണ്ടും രവി ബിഷ്ണോയ് എത്തി. തന്നിലുള്ള ക്യാപ്റ്റൻ്റെ വിശ്വാസത്തെ ബിഷ്ണോയ് അക്ഷരാർത്ഥത്തിൽ കാത്തു. ഗ്ലെൻ ഫിലിപ്സിനെയും വാഷിംഗ്ടൺ സുന്ദറിനെയും പുറത്താക്കി ബിഷ്ണോയ് മത്സരം വീണ്ടും രാജസ്ഥാൻ അനുകൂലമാക്കി. തൊട്ടടുത്ത ഓവറിൽ ബട്ട്ലർ കൂടി മടങ്ങിയതോടെ രാജസ്ഥാൻ 2 പോയിന്റ് ഏതാണ്ട് ഉറപ്പിച്ചു. പക്ഷേ ഇത് ക്രിക്കറ്റാണ്, പ്രത്യേകിച്ചും T20. അവസാന ഓവറിലോ അവസാന പന്തിലോ ഒക്കെ ഒരു ട്വിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ടാവും. ഷാറുഖ് ഖാനും രാഹുൽ തിവാട്ടിയും കത്തിച്ചെത്തി റാഷിദ് ഖാനും കഗീസോ റബാഡയും ഏറ്റുപിടിച്ചപ്പോൾ മത്സരം വീണ്ടും ഗുജറാത്തിന് അനുകൂലമായി തുടങ്ങി. 18-ാം ഓവർ എറിഞ്ഞ് സന്ദീപ് ശർമ്മ മടങ്ങുമ്പോൾ ഗുജറാത്ത് സ്കോർ ബോർഡിൽ 7 വിക്കറ്റിന് 196 റൺസ്. 2 ഓവറിൽ കളി ജയിക്കാൻ വേണ്ടത് 15 റൺസ് മാത്രം. 20-ാം ഓവർ ജോഫ്ര ആർച്ചറിനായി മാറ്റിവെക്കുമെന്ന് കരുതിയെടുത്ത് 19-ാം ഓവർ എറിയാൻ പരാഗ് ആർച്ചറിനെ തന്നെ വിളിച്ചു. ആ പ്ലാൻ കൃത്യമായി തന്നെ നടപ്പിലായി. ആ ഓവറിലാകെ പിറന്നത് 4 റൺസ്. ഇനി ഓരോ ഓവറും 11 റൺസും പ്രതിരോധിക്കണം. 3 ഓവർ വീതമെറിഞ്ഞ 3 പേസർമാർ അപ്പോൾ പരാഗിന് മുന്നിൽ ഓപ്ഷനായി ഉണ്ടായിരുന്നു. ഇത്തരം പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സന്ദീപ് ശർമ്മക്കോ നാന്ദ്രെ ബർഗറിനോ പരാഗ് പന്തേൽപ്പിക്കുമെന്ന് തോന്നിച്ചെങ്കിലും അവിടെ പ്ലാൻ ബി ആണ് പരാഗ് ഏറ്റെടുത്തത്. യെസ്, തുഷാർ ദേശ്പാണ്ഡെ. ഗാലറിയും കമൻട്രി ബോക്സും ഒരുപോലെ വണ്ടറടിച്ച ഒരു തീരുമാനം. 2 ഓവറിൽ 20 റൺസ് വിട്ടുകൊടുത്ത ദേശ്പാണ്ഡെക്ക് തന്നെ 3-ാമത്തെ ഓവറിൽ ഡിഫെൻഡ് ചെയ്യാനുള്ളത് 11 റൺസാണ്. പ്രഷർ സിറ്റുവേഷനിൽ പലപ്പോഴും വൈഡുകൾ എറിഞ്ഞ് റൺസ് വിട്ടുകൊടുക്കാറുള്ള ദേശ്പാണ്ഡെ എന്ത് ചെയ്യുമെന്നറിയാൻ എല്ലാവരും അക്ഷമരായി കാത്തിരുന്നു. റബാഡയ്ക്ക് നേരെ എറിഞ്ഞ ആദ്യ പന്ത് തന്നെ വൈഡ്. അടുത്ത 3 പന്തിൽ പിറന്നത് സിംഗിളുകൾ മാത്രം. 4-ാം പന്ത് ഡോട്ടുമായി. ഇനി 2 പന്തും 7 റൺസും അകലെ ഗുജറാത്തിനെ വിജയം കാത്തിരിക്കുന്നു.
ഒരു ബൗണ്ടറിയെങ്കിലും നേടുക എന്നത് അതോടെ ഗുജറാത്തിന് നിർബന്ധമായി. 5-ാം പന്തിൽ ദേശ്പാണ്ഡെയുടെ യോക്കർ ശ്രമം പാളിയെങ്കിലും ബോൾ ജഡ്ജ് ചെയ്യുന്നതിൽ റാഷിദ് ഖാന് പിഴച്ചു. ഉയർന്നു പൊങ്ങിയ പന്ത് നേരെ ജോഫ്ര ആർച്ചറിന്റെ കൈകളിൽ. ആവേശത്താൽ രാജസ്ഥാൻ ഡഗൌട്ട് ആർപ്പ് വിളിച്ചു. തന്റെ തീരുമാനം വീണ്ടും ബലം കണ്ടതിന്റെ തിളക്കം അപ്പോൾ പരാഗിന്റെ മുഖത്തുണ്ടായിരുന്നു. അവസാന പന്തിലും റണ്ണൊന്നും പിറക്കാതെ വന്നതോടെ 6 റൺസിന്റെ ത്രില്ലിംഗ് ജയം രാജസ്ഥാൻ സ്വന്തമാക്കി. ദേശ്പാണ്ഡെ പോലെ ഒരാളെ വെച്ച് 2023 കപ്പടിച്ച ധോണിയെ സമ്മതിക്കണം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മോശം പെർഫോമൻസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ കുത്തിപ്പോകുന്ന ഒരു പോസ്റ്റാണിത്. 10നോടടുത്ത് എക്കണോമിയിലൊക്കെ പന്തെറിഞ്ഞിരുന്ന ദേശ്പാണ്ഡെ അടക്കമുള്ളവരെ വെച്ച് അന്ന് ചെന്നൈ കിരീടം ചൂടിയപ്പോൾ ധോണിയുടെ ക്യാപ്റ്റൻസിയെ അഭിനന്ദിച്ചവർ ഇന്ന് പരാഗിനും അതേ കയ്യടികൾ കൊടുക്കണം. കാരണം ഇന്നലെ അയാൾ നടത്തിയത് വെറും ഒരു ചെറുത്തുനിൽപ്പ് മാത്രമല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഷെയ്ൻ വാണും സഞ്ജുവും എല്ലാം തീർത്ത രാജസ്ഥാൻ നായകൻ ലെഗസി ഏറ്റെടുക്കാൻ പോകുന്ന ഒരുവനാണ് താനെന്ന ഒരു കൃത്യമായ പ്രഖ്യാപനം.